ഹലോ മങ്സ്, വെൽക്കം ടു ക്രിപ്റ്റോമങ്കി. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് വേംഫയറിൻ്റെ ഡാഷ്ബോർഡിൻ്റെ കണക്ഷനാണ്. സോ നമ്മൾ എങ്ങനെയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ചാനലിലും അതിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. സോ ആ ലിങ്കിൽ കയറി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സൈറ്റിലേക്ക് റീഡയറക്റ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് ആകെ കാണുന്നത് വാലറ്റ് കണക്റ്റഡാണ്. സോ വാലറ്റ് കണക്ഷനാണ് ഇസ് ദ മസ്റ്റ് വൺ. സോ ഇതിനായിട്ട് നമുക്ക് പലതരം വാലറ്റുകൾ നമുക്ക് യൂസ് ചെയ്യാം. ഇതർ മെറ്റാമാസ്ക് ഓർ ട്രസ്റ്റ് വാലറ്റ് ഓർ ഫാൻറ്റം വാലറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കണക്റ്റ് വാലറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു പ്രോംപ്റ്റ് പൊന്തി വരും. അപ്പം മെറ്റാമാസ്ക്, ട്രസ്റ്റ് വാലറ്റ്, കോയിൻബേസാണ് മെയിനായിട്ട് വരിക. ഓൾ വാലറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പ്രിക്കിൻ്റെ എയർ ഡ്രോപ്പ് ത്രൂ നമ്മൾ ഫാൻറ്റം വാലറ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഫാൻറ്റം വാലറ്റ് എന്താണ് ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫാൻറ്റം വാലറ്റ് എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ എടുക്കാൻ പോകുന്നത് ട്രസ്റ്റ് വാലറ്റ് ആണ്. സോ ട്രസ്റ്റ് വാലറ്റ് നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് പ്ലേ സ്റ്റോറിൽ പോകാം. പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾ ട്രസ്റ്റ് വാലറ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ആപ്പ് കിട്ടും. ആ ആപ്പ് എന്ത് ചെയ്യുക, ഇതാണ് ആപ്പിൻ്റെ ലോഗോ. ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. സോ അതിനുശേഷം ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനായിരിക്കും ചോദിക്കുക, ക്രിയേറ്റ് ന്യൂ വാലറ്റ് ഓർ ഇമ്പോർട്ട് എക്സിസ്റ്റിംഗ് വാലറ്റ് എന്നുള്ള ഓപ്ഷനായി ചോദിക്കുക. നിങ്ങൾക്ക് ഇതുവരെ വാലറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു ക്രിയേറ്റ് ന്യൂ വാലറ്റ് കൊടുത്തതിന് ശേഷം ഒരു പുതിയ വാലറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടുണ്ട്. അപ്പോൾ ആ വാലറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ഫ്രേസ് കീ ചോദിക്കും. ഞാൻ എല്ലാത്തിലും പറയാറുള്ള പോലെ ആ ഫ്രേസ് കീ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതെന്തായാലും ബാക്കപ്പ് ടു ഗൂഗിൾ ക്ലൗഡ് പ്ലസ് ഓർ എവിടേക്കാണ് ക്ലൗഡ് എന്നുള്ളത്, ഐഫോൺ ആണെങ്കിൽ ഐക്ലൗഡ്, എവിടേക്കാണെന്നുണ്ടെങ്കിൽ ക്ലൗഡിലേക്ക് ബാക്കപ്പ് ചെയ്ത് വയ്ക്കുക. പ്ലസ് മാനുവലി എവിടെയെങ്കിലും എഴുതി വയ്ക്കുക. ഞാൻ റെഫർ ചെയ്യുന്നത് ഗൂഗിൾ കീപ്പ് നോട്ട് എന്ന് പറഞ്ഞ ആപ്പാണ്. സോ അത് ക്ലൗഡിൽ ഓൾറെഡി സേവ്ഡ് ആവും എഴുതി വെച്ച് കഴിഞ്ഞാൽ. സോ അവിടെ എഴുതി വയ്ക്കുക. കാരണം ഇതിലേക്ക് ഫണ്ട് വന്നിട്ട് ഇൻ കേസ് എങ്ങനെയെങ്കിലും നിങ്ങളുടെ ഫോണിൽ നിന്ന് എന്തെങ്കിലും പറ്റി ഫോൺ പോയി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ആ ഫ്രേസ് കീ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡി ത്രൂ ഒരു വിധത്തിലും റിക്കവർ ചെയ്യാൻ പറ്റില്ല. സോ ഈ എല്ലാ വാലറ്റുകളും, മോസ്റ്റ് വാലറ്റുകളും വർക്ക് ചെയ്യുന്നത് ഈ ഫ്രേസ് കീ വഴിയാണ്. സോ ഫ്രേസ് കീ എല്ലായിടത്തും ബാക്കപ്പ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിലേക്ക് പോകാം, വേംഫയറിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ നേരെ തിരിച്ച് വേംഫയറിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ കണക്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് തുറന്നു വരുന്ന ട്രസ്റ്റ് വാലറ്റ് എടുക്കുന്നു. ട്രസ്റ്റ് വാലറ്റിലേക്ക് നമ്മൾ റീഡയറക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ചോദിക്കുന്നുണ്ട് പോളിഗൺ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. കാരണം പോളിഗൺ ബാക്ക് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ഏത് വേംഫയർ എന്നുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കണക്ഷൻ റിക്വസ്റ്റ് അപ്രൂവ് ചെയ്യുന്നു. തിരിച്ചിങ്ങോട്ട് പോകുന്നു. കണക്ഷൻ സക്സസ്ഫുൾ ആവുന്നു. സൈൻ ഇൻ ചെയ്യാൻ പറയുന്നു. സൈൻ ഇൻ ചെയ്യുന്നു. ട്രസ്റ്റ് വാലറ്റിലേക്ക് തിരിച്ചു വന്ന് സൈൻ ചെയ്യുന്നു. പാസ്വേഡ് അടിച്ചു കൊടുക്കുന്നു. സൈൻ ഇൻ സക്സസ്ഫുള്ളായി. ഇതാണ് നമ്മുടെ വേംഫയറിൻ്റെ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻ്റർഫേസ് തുറന്നു വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഓൾറെഡി കുറച്ച് സോൾഡ് ഔട്ട് ആയ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. കാരണം ഇവർ ഓൾറെഡി ക്രൗഡ് ഫണ്ടിങ് ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. ഇപ്പോൾ സെക്കൻഡ് റൗണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് റൗണ്ടിൽ അവർ ഒരു WFR എന്ന് പറഞ്ഞൊരു കോയിനാണ് അവരുടെ വേംഫയറിൻ്റെ കോയിൻ എന്ന് പറയുന്നത്. ആ കോയിൻ്റെ ഫസ്റ്റ് റൗണ്ടിൽ കൂടുന്ന പ്രൈസ് 0.031 ആയിരുന്നു. ഇപ്പോൾ സെക്കൻഡ് റൗണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 0.045 ആണ് ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത്. ഈ ഡെപ്പോസിറ്റ് അഡ്രസ്സ് കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾ ട്രസ്റ്റ് വാലറ്റിൽ അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങളുടെ ഫണ്ട് എടുക്കുന്നത് വെച്ചാൽ അവിടേക്ക് പോകുക. അവിടെ പോളിഗൺ നെറ്റ്വർക്ക് ചൂസ് ചെയ്യുക. അവിടെ നിന്ന് USDT പോളിഗൺ നെറ്റ്വർക്ക് ത്രൂ ഇങ്ങോട്ട് അയക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ വെച്ച് ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കാണുന്ന കോയിൻ നിങ്ങൾക്ക് ബൈ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിൻ ഇൻ്റർഫേസിലുള്ളത്. പക്ഷേ നമുക്ക് പോകേണ്ടത് ഇവിടെയല്ല. നമുക്ക് പോകേണ്ടത്, നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, മുന്നേ തന്നെ വേണമെങ്കിൽ പ്രീ സെയിൽ വേണമെങ്കിൽ മേടിച്ച് വയ്ക്കാം. കാരണം ചിലപ്പോൾ റിയൽ ലിസ്റ്റിംഗ് വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ പ്രൈസ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് പോകേണ്ടത് ഈ മേലെയുള്ള 3 ഡോട്ടിലാണ്. ആ 3 ഡോട്ടിൽ പോകുന്നു. അവിടെ നമുക്ക് സ്ലാപ്പ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാൻ പറ്റും. ആ സ്ലാപ്പ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ കണക്ട് ടെലഗ്രാം എന്നൊരു ബട്ടൺ കാണാൻ പറ്റും. ആ കണക്ട് ടെലഗ്രാമിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ഈ ടെലഗ്രാമിലേക്ക് വെറുതെ വരും. ഒന്നും പ്രോംപ്റ്റും ചെയ്യില്ല. കാരണം ഇതേ ഡിവൈസിലാണ് ടെലഗ്രാം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് നേരെ നമ്മുടെ വേംഫയറിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ നമ്മുടെ അക്കൗണ്ടിൻ്റെ പേരും എത്രാമത്തെ പൊസിഷനിലാണ്, ഏത് ലീഗിലാണ്, എത്ര കോയിൻസ് ഉണ്ട് അല്ലെങ്കിൽ എത്ര പോയിൻറ്റ്സ് ഇവിടെ ഉണ്ട് എന്നുള്ളത് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സോ നമ്മുടെ എന്തുണ്ട്, വേംഫയർ നമ്മുടെ ആരായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്, നമ്മുടെ ഡാഷ്ബോർഡായിട്ട് നമ്മുടെ കണക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. സോ ഇത്രയാണ് കണക്ഷൻ ഉള്ളത്. സോ ഇത്ര പകർത്ത് കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ ഇപ്പോൾ ഡാഷ്ബോർഡ് ചെയ്യാനുള്ളൂ. താല്പര്യമുള്ളവർക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ, ഇനീഷ്യൽ ലിസ്റ്റിംഗിൽ മേടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ഏത് വാലറ്റിലേക്കാണോ, നിങ്ങൾ ട്രസ്റ്റ് വാലറ്റിലാണ് ഫണ്ട് ചെയ്യുന്നതെങ്കിൽ ട്രസ്റ്റ് വാലറ്റിലേക്ക് USDT കൊണ്ടതിന് ശേഷം എന്ത് ചെയ്യുക, USDT പോളിഗൺ നെറ്റ്വർക്ക് വഴി എന്ത് ചെയ്യുക, നിങ്ങൾ ഇങ്ങോട്ട് അയക്കുക. പോളിഗൺ നെറ്റ്വർക്കിൻ്റെ കോയിനാണ് മാറ്റിച്ച് പക്ഷേ ഇങ്ങോട്ട് അയക്കരുതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള നെറ്റ്വർക്കിലോട്ട് അയക്കരുത്. ആകെ USDT മാത്രമാണ് സെൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ അങ്ങനെ മേടിക്കുന്നവർക്ക് എന്ത് ചെയ്യും, ഇത് മേടിക്കാം. സോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.